വന്ന് തൊഴുത് മടങ്ങുന്നു മടങ്ങുന്നു. പൂക്കൾ നൃത്തശില്പം. രചന ജ്ഞാനപീഠ ജേതാവ് പത്മശ്രീ ONV കുറുപ്പിനോടൊപ്പം ശ്രേഷ്ഠ മലയാള ഭാഷയിലെ ദിവംഗതരായ എല്ലാ കവിശ്രേഷ്ഠന്മാരും. സംഗീതം ശ്രീ MG രാധാകൃഷ്ണൻ, ശ്രീ തങ്കരാജ്, ശ്രീ വിനു കിരിയത്ത് എന്നിവർ. ആലാപനം ശ്രീ ബിജു നാരായണൻ, ശ്രീമതി മഞ്ജരി, ശ്രീമതി ലക്ഷ്മി ബെനിസനും സംഘവും. നൃത്ത സംവിധാനം ഗുരു ശ്രീമതി ഗിരിജ ചന്ദ്രൻ. അവതരണം റിഗാറ്റ കൾച്ചറൽ സൊസൈറ്റി തിരുവനന്തപുരം. കടപ്പാട് ശ്രീ സൂര്യ കൃഷ്ണമൂർത്തിയോട്. പഴയൊരു കോവിലിൻ മുറ്റത്ത് പന്തടിമേളം പെൺകുടിമാരുടെ പാദസരച്ചിരി മേളം. പുറകിലായി വന്നു നിന്നെത്തി നോക്കി.
കറുത്ത പെണ്ണേ വാ 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 തുലാത്തിൽ മേഘക്കാവടിയാടും കറുത്ത പെണ്ണേ വാ 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 കറുത്ത പെണ്ണേ വാ 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 ചിരത്തിരുനട തുറന്നു വരും കുളിക്കാറ്റിനൊപ്പം നൃത്തമാടിയൊരു ചുറ്റി വരും ഒരു സിട്ട പെണ്ണെ കൊച്ചു വെണ്ണെ കൊലുങ്ങു വെണ്ണേവാ നിൻമുടിയിലാരി കൊങ്ങിണി പൂമാല ചൂടിച്ചു നിൻമുടിയിലാരി കൊങ്ങിണി പൂമാല ചൂടിച്ചു നീലാകാശ
കുന്നിമണിമാല കോർത്തു തന്നേ പോ. മടിയിലിരുത്തി കുഞ്ചും മേട പെൺകൊടി വന്നാട്ടെ വന്നാട്ടെ പൊന്നും പൂവും തന്നാട്ടെ കൊന്നപ്പൂക്കളെ മടിയിലിരുത്തി കുഞ്ചും മേട പെൺകൊടി വന്നാട്ടെ വന്നാട്ടെ പൊന്നും പൂവും തന്നാട്ടെ. നാലുമണിപ്പൂവും നാണിച്ചു നാണിച്ചു നാലമ്പലത്തു നിന്നു തുള്ളിത്തുളുമ്പി തെറിച്ചപ്പോൾ തുള്ളി പോൽ തുമ്പക്കുടം വിരിഞ്ഞു. നന്ദിയാവട്ടവും തെച്ചിയും കൺചിമ്മി മന്ദാരപ്പൂവും വന്നു. കുളിച്ചാൽ തോക്കാത്ത കർക്കിടകത്തിൻ
കുസൃതി പെണ്ണേ വാ 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 ധിന്നാനന 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 ധിന്നന 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 ആ ആ ആ കുളിച്ചാൽ തോത്താത്ത കിടകത്തിൻ കുസൃതി പെണ്ണേ വാ 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 കുളിച്ചാൽ തോത്താത്ത കിടകത്തിൻ കുസൃതി പെണ്ണേ വാ 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 ഇന്നലെ ഞാനൊരു മുല്ല നട്ടു മുല്ലയ്ക്ക് മുക്കുടം വെള്ളം കോരി ഇന്നലെ ഞാനൊരു മുല്ല നട്ടു മുല്ലയ്ക്ക് മുക്കുടം വെള്ളം കോരി മുല്ലയ്ക്ക് മുന്നാഴി പൂവും വന്നു ആ പൂവ് പോക്കും ഞാൻ ആക്കു നൽകാൻ മുല്ലയ്ക്ക് മുന്നാഴി പൂവും വന്നു ആ പൂവ് പോക്കും ഞാൻ ആക്കു നൽകാൻ അവതരിപ്പിച്ചത്. ഇനി ഉദ്ഘാടന സമ്മേളനം ആരംഭിക്കുന്നു.
വിശിഷ്ടാതിഥികളെ സാദരം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ, റവന്യൂ മന്ത്രി ശ്രീ ഇ ചന്ദ്രശേഖരൻ അവർ, ദേവസ്വം സഹകരണ ടൂറിസം മന്ത്രി ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ, ജലവിഭവ മന്ത്രി ശ്രീ മാത്യു ടി തോമസ്, തുറമുഖ മ്യൂസിയം മന്ത്രി ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി, ഗതാഗത മന്ത്രി ശ്രീ തോമസ് ചാണ്ടി, സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ എ കെ ബാലൻ, ധനകാര്യ മന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക്, വ്യവസായ മന്ത്രി ശ്രീ എ സി മൊയ്തീൻ, വൈദ്യുതി മന്ത്രി ശ്രീ എം എം മണി, ഫിഷറീസ് മന്ത്രി ശ്രീമതി ജെ മേഴ്സിക്കുട്ടിയമ്മ, വനമന്ത്രി ശ്രീ കെ രാജു, തൊഴിൽ മന്ത്രി ശ്രീ ടി പി രാമകൃഷ്ണൻ, ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി കെ കെ ശൈലജ ടീച്ചർ, കൃഷിമന്ത്രി അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ, ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി ശ്രീ പി തിലോത്തമൻ, വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ്, തദ്ദേശ സ്വയംഭരണ മന്ത്രി ഡോക്ടർ കെ ടി ജലീൽ അവർ, ആരാധനായ മേയർ ശ്രീ വി കെ പ്രശാന്ത്, ശ്രീ കോവൂർ കുഞ്ഞുമോൻ MLA, ശ്രീ എം വിജയപിള്ള MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വി കെ മധു, ചീഫ് സെക്രട്ടറി ശ്രീമതി നളിനി നെറ്റോ എന്നിവരെ വേദിയിലേക്ക് ബഹുമാന പുരസ്സരം ക്ഷണിക്കുന്നു. സ്വാഗതം ആശംസിക്കുന്നതിനായി ബഹുമാനപ്പെട്ട ദേവസ്വം സഹകരണം ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ അവരെ ആദരവോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സമാദരണീയനായ സംസ്ഥാന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരെ, ഈ മഹാസമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്ന കേരള റവന്യൂ മന്ത്രി ശ്രീ ചന്ദ്രശേഖരൻ, വേദിയിലുള്ള മറ്റു ബഹുമാന്യരായിട്ടുള്ള മന്ത്രിമാരെ, തിരുവനന്തപുരം നഗരസഭാ മേയർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, മറ്റു വിശിഷ്ടാതിഥികളെ, പ്രിയമുള്ളവരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം. വളരെ സന്തോഷത്തോടു കൂടിയാണ് സംസ്ഥാന ഗവൺമെൻറ് ഈ 1ാം വാർഷികാഘോഷ പരിപാടികൾ തലസ്ഥാന നഗരിയിൽ ഇന്ന് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഐക്യകേരളം പിറന്നതിന് ശേഷമുള്ള 60 സംവത്സരങ്ങൾ നമ്മുടെ സംസ്ഥാനം പിന്നിടുകയാണ്. പിണറായി ഗവൺമെൻറ് 1 വർഷവും നമ്മുടെ സംസ്ഥാനത്ത് പൂർത്തീകരിക്കുകയാണ്. അഭിമാനിക്കാൻ ഏറെ വക നൽകുന്ന നമ്മുടെ സമൂഹത്തിലെ സാധാരണക്കാരായിട്ടുള്ള, പട്ടിണിക്കാരായിട്ടുള്ള, ജീവിതത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് തള്ളപ്പെടുകയും പാർശ്വവൽക്കരിക്കപ്പെടുകയും ചെയ്യുന്നതായിട്ടുള്ള ജനങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടിയിട്ടുള്ള ഉജ്ജ്വലമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും വളരെ ശ്രദ്ധേയമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്ത 365 ദിവസക്കാലമാണ് നമ്മുടെ സംസ്ഥാനം കണ്ടത്. നടന്ന പ്രവർത്തനങ്ങളുടെ വിശദാംശങ്ങളിലേക്കൊന്നും കടന്നു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മിനിയാന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പുനലൂരിൽ നമ്മുടെ നാട്ടിലെ ഭവനരഹിതരായിട്ടുള്ള ആളുകൾക്ക് ഭവനം നിർമ്മിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബൃഹത്തായിട്ടുള്ള പദ്ധതിക്ക് തുടക്കം കുറിക്കുകയുണ്ടായി. ഇന്നലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനോട് ചേർന്ന SAT ഹോസ്പിറ്റലിൽ രോഗീ സൗഹൃദമായിട്ടുള്ള പുതിയ സംവിധാനത്തിന് രൂപം കൊടുത്തുകൊണ്ട് OP ട്രാൻസ്ഫോർമേഷൻ്റെ ശ്രദ്ധേയമായിട്ടുള്ള പ്രവർത്തനം തുടക്കം കുറിച്ചു. നമ്മുടെ സംസ്ഥാനം അതിൻ്റെ എല്ലാ പ്രതാപങ്ങളോടും കൂടി കാർഷിക സംസ്കാരത്തിലേക്കും നമ്മുടെ ശ്രദ്ധേയമായിട്ടുള്ള
സാംസ്കാരികമായിട്ടുള്ള പാരമ്പര്യങ്ങളിലേക്കുമെല്ലാം മടങ്ങി വരുന്നതായിട്ടുള്ള നിരവധി പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാന ഗവൺമെന്റ് നേതൃത്വം കൊടുക്കുകയാണ്. നമ്മുടെ സമൂഹത്തിൽ ആരുടെ നേർക്കാണ് ഒരു ഗവൺമെന്റിന്റെ ദൃഷ്ടികൾ ആദ്യം പായേണ്ടത് എന്ന ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള മറുപടിയാണ് കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ പിണറായി ഗവൺമെന്റ് പ്രവർത്തനമെന്ന് കണ്ണുള്ളവർക്കെല്ലാം കാണാൻ സാധിക്കും, കാതുള്ളവർക്ക് കേൾക്കാനും സാധിക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഈ ഒരു വർഷക്കാലത്തെ അഭിമാനകരമായിട്ടുള്ള നേട്ടങ്ങളുടെ അടിത്തറയിൽ നിന്നുകൊണ്ട് ഒരു പുതിയ കേരളം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമത്തിൽ എല്ലാ വ്യത്യാസങ്ങളും വിസ്മരിച്ച് കേരളീയരാകെ ഒരുമിച്ച് മുന്നേറേണ്ട ഒരു പ്രത്യേക സന്ദർഭത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് പ്രിയമുള്ളവരെ ഒന്നാം വാർഷികാഘോഷ പരിപാടികൾ വികസനോന്മുഖമായിട്ടുള്ള ബഹുമുഖമായ പ്രവർത്തന പദ്ധതികളോടുകൂടി കഴിഞ്ഞ 20-ാം തീയതി മുതൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ നാനാഭാഗത്ത് നടന്നു വരുന്നത്. 5-ാം തീയതി അവസാനിക്കുകയാണ് കോഴിക്കോട്. എല്ലാവരുടെയും നല്ല പിന്തുണയും സഹകരണവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. 29-ാം തീയതി കേരളം രാജ്യത്താദ്യമായി സമ്പൂർണ്ണ വൈദ്യുതീകരിച്ച സംസ്ഥാനമായിട്ട് മാറുകയാണ്. അങ്ങനെ കേരളം ഈ ലോകത്തിന്റെ തന്നെ ശ്രദ്ധയിലേക്ക് സജീവമായി വരുന്ന വൈവിധ്യമാർന്ന ശ്രദ്ധേയമായ ജനക്ഷേമകരമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിന് ഒരു വർഷം തികയുന്ന ഈ വേളയിൽ നടക്കുന്ന ആഘോഷ പരിപാടികളെ സംബന്ധിച്ച എല്ലാവർക്കും ഹൃദയംഗമമായിട്ടുള്ള സ്വാഗതം ഞാൻ ആശംസിക്കുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ബഹുമാനപ്പെട്ട അധ്യക്ഷന്, കേരളത്തിന്റെ പ്രിയപ്പെട്ട റവന്യൂ മന്ത്രിക്ക് സ്വാഗതം നേരുന്നു. ശ്രീ ചന്ദ്രശേഖരൻ അവർക്ക്, ഉദ്ഘാടനം നിർവഹിക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ഒരു പുതിയ കേരളത്തെ സംബന്ധിക്കുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള സങ്കല്പനങ്ങളുമായി നിശ്ചയദാർഢ്യത്തോടുകൂടി കൃത്യമായ ജനകീയ പക്ഷപാതിത്വത്തോടുകൂടി ഈ നാടിന്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഈ സംസ്ഥാനത്തിന് നേതൃത്വം നൽകി പ്രവർത്തിക്കുന്നതായിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരെ ഈ സമ്മേളനത്തിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. മന്ത്രിമാരായിട്ടുള്ള അഡ്വക്കേറ്റ് മാത്യു ടി തോമസ്, ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി, ശ്രീ തോമസ് ചാണ്ടി, ശ്രീ എ കെ ബാലൻ, ശ്രീ ടി എം തോമസ് ഐസക്, ശ്രീ എ സി മൊയ്തീൻ, ശ്രീ എം എം മണി, ശ്രീമതി ജെ മെഴ്സിക്കുട്ടിയമ്മ, അഡ്വക്കേറ്റ് കെ രാജു, ശ്രീ ടി പി രാമകൃഷ്ണൻ, ശ്രീമതി കെ കെ ശൈലജ ടീച്ചർ, അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ, ശ്രീ പി തിലോത്തമൻ, പ്രൊഫസർ സി രവീന്ദ്രനാഥ്, ഡോക്ടർ കെ ടി ജലീൽ എന്നിവരെയും തിരുവനന്തപുരം നഗരസഭയ്ക്ക് ആരാധനായിട്ടുള്ള മേയർ ശ്രീ വി കെ പ്രശാന്തിനെയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വി കെ മധുവിനെയും ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം തന്നെ സമർത്ഥമായിട്ട് ഔദ്യോഗിക നേതൃത്വം കൊടുക്കുന്ന ചീഫ് സെക്രട്ടറി ശ്രീമതി നളിനി നെറ്റോ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കരുത്തു നൽകുന്ന ശ്രീ വിജയൻ പിള്ള, ശ്രീ കോവൂർ കുഞ്ഞുമോൻ തുടങ്ങിയ നേതാക്കന്മാർക്കും ഇവിടെ സദസ്സിലിരിക്കുന്ന ഒട്ടനവധി വിശിഷ്ട വ്യക്തിത്വങ്ങളുണ്ട്. അവരുടെ ഒന്ന് പേര് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ശ്രമിക്കുന്നില്ല. നിശ്ചയമായും എല്ലാവർക്കും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ നല്ലവരായിട്ടുള്ള ബഹുജനങ്ങൾക്കും ഈ ഗവൺമെന്റ് പേരിൽ, പിണറായി ഗവൺമെന്റ് പേരിൽ കൃത്യമായിട്ടുള്ള അഭിവാദ്യങ്ങളും സ്വാഗതവും തന്ന് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം. ഈ ചടങ്ങിൽ അധ്യക്ഷം വഹിക്കുന്നത് ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി ശ്രീ ഇ ചന്ദ്രശേഖരൻ അവർകളാണ്. അദ്ദേഹത്തെ അധ്യക്ഷ പ്രസംഗത്തിനായി സാദരം ക്ഷണിക്കുന്നു. ആദരണീയനും ബഹുമാന്യനുമായ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, അധ്യക്ഷവേദിയിലിരിക്കുന്ന പ്രിയങ്കരായ മന്ത്രിമാർ, തിരുവനന്തപുരം മേയർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, അതുപോലെ തന്നെ കോവൂർ കുഞ്ഞുമോൻ, സദസ്സിലെ ഗുരുതുല്യരായ വ്യക്തികൾ, സഹോദരി സഹോദരന്മാർ, മറ്റ് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള സുഹൃത്തുക്കളെ, ഇവിടെ നിശാഗന്ധിയിൽ സായം സന്ധ്യയിൽ നമ്മുടെ പിഞ്ചോമനകൾ നൃത്തമാടി. അക്ഷരാർത്ഥത്തിൽ അതൊരു ആഹ്ലാദ നൃത്തമായിരുന്നു. കേരളീയ സമൂഹമാകെ ആഹ്ലാദ നൃത്തം ചെയ്യുന്ന ഒരു ദിവസമായിട്ടാണ് 2017 മെയ് മാസം 25-ാം തീയതി നമുക്ക് അനുഭവപ്പെടുന്നത്.
2016 മെയ് മാസം 25-ാം തീയതി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ സൗ പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ഒരു വർഷം പിന്നിടുമ്പോൾ ആ ഗവൺമെന്റിനെ അധികാരത്തിലേറ്റുന്നതിന് വോട്ട് ചെയ്ത ജനങ്ങളുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് ആ സർക്കാർ അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ തയ്യാറായിരിക്കുന്നുവെന്ന സത്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ജനങ്ങളുടെ മുമ്പാകെ ഒരു പ്രകടന പത്രിക ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെച്ചിരുന്നു. ആ പ്രകടന പത്രികയിൽ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ ഒന്നൊന്നായി നടപ്പാക്കിക്കൊണ്ട് കേരളീയ സമൂഹത്തോടുള്ള ഉത്തരവാദിത്വം നിർവഹിക്കുക എന്നതാണ് ഈ ഗവൺമെന്റിൽ നിക്ഷിപ്തമായിട്ടുള്ള കാര്യം. ആ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് ആഴ്ചകൾ കഴിയുന്നതിന് മുമ്പ് തന്നെ പ്രാവർത്തികമാക്കാൻ തുടക്കം കുറിച്ചതാണ്. ഒരു വർഷം കൊണ്ട് പൂർത്തീകരിക്കാൻ കഴിയുന്നതല്ല പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. എക്കാലത്തും ഇടതുപക്ഷ പാർട്ടികൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം നൽകുന്ന ഗവൺമെന്റുകൾ ജനാഭിലാഷം മാനിച്ചുകൊണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിയതിൻ്റെ അനുഭവമാണ്, പരിചയമാണ്, ചരിത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. 1957 കേരളത്തിൽ ആദ്യമായി അധികാരത്തിൽ വന്ന സഖാവ് VMS നേതൃത്വത്തിലുള്ള ഗവൺമെന്റ്, അന്ന് ആ ഗവൺമെന്റ് തുടക്കം കുറിച്ച പ്രവർത്തനങ്ങൾ അത് കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള സാമൂഹികമായ, സാമ്പത്തികമായ, സാംസ്കാരികമായ വിവിധ രംഗങ്ങളിലെ മുന്നേറ്റങ്ങൾ സംബന്ധിച്ച് 60 ആണ്ട് പിന്നിടുമ്പോൾ നമ്മൾ ഇപ്പോഴും അത് സംബന്ധിച്ച് ആവർത്തിച്ച് പറയാറുണ്ട്. അത് നമുക്ക് അനുഭവവേദ്യമായ കാര്യമാണ്. ആ ഗവൺമെന്റിൽ തുടക്കം കുറിച്ച് കേരളത്തിന്റെ സാമൂഹ്യ മാറ്റത്തിന് വേണ്ടിയുള്ള ഓരോ പ്രവർത്തനങ്ങൾ ഓരോ സന്ദർഭങ്ങളിലും അനുഭവങ്ങളിലൂടെ കൂടുതൽ മെച്ചപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പരിശ്രമമാണ് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റുകൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റുകൾ ശ്രമിച്ചിട്ടുള്ളത് എന്ന് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. ആ ഗവൺമെന്റുകളുടെ ദീർഘമായ കാലത്തെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ചൊന്നും ഞാനിവിടെ വിശദീകരിക്കേണ്ട കാര്യമില്ല. ബഹുമാന്യനായ മുഖ്യമന്ത്രി കേരളത്തിന്റെ അധികാരത്തിൽ വന്ന ഒരു വർഷം പിന്നിടുമ്പോൾ നമ്മുടെ ഗവൺമെന്റ് നേടിയ നേട്ടങ്ങളുടെ സമഗ്രമായ ഒരു വിശദീകരണം ഇവിടെ നടത്തും എന്ന് ഞാൻ കരുതുകയാണ്. ഈ ഗവൺമെന്റിനെ, അതിന്റെ ജനവിശ്വാസത്തെ, ആ ഗവൺമെന്റ് ജനങ്ങളിൽ ആർജിച്ചിട്ടുള്ള വിശ്വാസത്തെ പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് ഈ ഗവൺമെന്റിനെതിരായി ആഞ്ഞടിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. അത്തരമൊരവസ്ഥയിൽ ഗവൺമെന്റ് എല്ലാ കാര്യങ്ങളും നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ ഗവൺമെന്റിന്റെ കൂടുതൽ ശക്തമായ പ്രവർത്തനത്തിന് വേണ്ടിയുള്ള അഭിപ്രായങ്ങൾ വിവിധങ്ങളായ കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. മാധ്യമ സുഹൃത്തുക്കൾ, സാംസ്കാരിക നായകന്മാർ, സാഹിത്യ രംഗത്തെ പ്രഗത്ഭരായ വ്യക്തികൾ, രാഷ്ട്രീയ നേതാക്കൾ, സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലുമുള്ള വ്യക്തിത്വങ്ങൾ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരു ഗവൺമെന്റിനെ കുറിച്ച് തങ്ങൾക്കുള്ള അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ള അവസരം ഉപയോഗിച്ചുകൊണ്ട് വിമർശനപരമായ അഭിപ്രായങ്ങളും വിലയിരുത്തലുകളും നടത്തുന്നുണ്ട് എന്നതുകൂടി ഞങ്ങൾ മനസ്സിലാക്കുകയാണ്. ഈ ഗവൺമെന്റ് ജനങ്ങളോട് ചെയ്തിട്ടുള്ള വാഗ്ദാനങ്ങൾ നടപ്പാക്കാൻ യാതൊരു വിട്ടുവീഴ്ചയുമില്ലാത്ത വിധം അതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നടപ്പാക്കിയ പരിഷ്കാരങ്ങൾ ഒന്നും ഞാൻ പറയുകയല്ല. സമൂഹത്തിലെ ദുർബലരുടെ രക്ഷയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഈ സമൂഹത്തിൽ എല്ലാവർക്കും അറിയാം, ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. അതെല്ലാമായി മുന്നോട്ട് പോകുമ്പോഴും സ്വാഭാവികമായ ഒരു ഗവൺമെന്റിനെ കുറിച്ച്, ആ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് എല്ലാം ജനങ്ങൾക്ക് അഭിപ്രായമുണ്ടാകും. വ്യത്യസ്തങ്ങളായ തലങ്ങളിൽ അഭിപ്രായമുണ്ടാകും. അത്തരം അഭിപ്രായങ്ങളും വിമർശനങ്ങളും തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് സ്വാഗതം ചെയ്യുകയാണ്.
അത്തരം വിമർശനങ്ങളെ സംബന്ധിച്ച പരിശോധന നടത്താനും ഞങ്ങൾക്ക് വീഴ്ചകളും പോരായ്മകളും ഉണ്ടെങ്കിൽ തിരുത്താനും കൂടുതൽ തിരുത്തി മുന്നോട്ട് പോകാനും കൂടുതൽ ശക്തമായ രീതിയിൽ സാമൂഹ്യ പ്രതിബദ്ധതയോടെ തങ്ങൾ ഏറ്റെടുത്ത ഉത്തരവാദിത്വം നിർവഹിക്കാനും അത് പൂർണ്ണമായ അർത്ഥത്തിൽ വരുന്ന 4 വർഷക്കാലം കൂടി കഴിയുമ്പോൾ ഒരു പുതുക്കിപ്പണിത കേരളത്തെ സൃഷ്ടിക്കാനുമുള്ള ഈ ഗവൺമെന്റിന്റെ പ്രതിജ്ഞാബദ്ധത ഉറക്കെ പ്രഖ്യാപിക്കാനാണ് ഈ സന്ദർഭത്തിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇവിടെ ഏതൊരു തരത്തിലുള്ള എതിരാളികളുടെ പ്രവർത്തനങ്ങൾ, രാഷ്ട്രീയ എതിരാളികൾ നടത്തുന്ന പ്രചരണങ്ങളും പ്രവർത്തനങ്ങളും ഈ ഗവൺമെന്റിന്റെ ജനക്ഷേമകരമായ ജനക്ഷേമം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനത്തെ തടയാൻ സാധ്യമാകുന്നതല്ല എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ക്ഷേമരാഷ്ട്ര സങ്കല്പം മാത്രമുണ്ടായിരുന്ന ഈ കേരളത്തിൽ ക്ഷേമരാഷ്ട്രം യാഥാർത്ഥ്യമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് വിവിധ തുറകളിൽ വിവിധ മേഖലകളിൽ ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത് എന്ന് ഉറക്കെ പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു.